ഹലോ, ഹായ്. സുഖമായിരിക്കുന്നു. സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം? ഇപ്പോൾ ഒരാഴ്ചയായി എന്താ പറയുക വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്. ഇപ്പോൾ ഞാൻ ഷോപ്പിലാണ്. ശരിക്കും ഇന്നിപ്പോൾ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വലിയ സംഭവമൊന്നുമില്ല. ഞാൻ ഇന്നൊന്ന് എന്താ പറയുക ഒന്ന് പാർലറിലേക്ക് പോകണം. അപ്പം ഞാൻ ചെന്നാൽ പിന്നെ വീഡിയോ എടുക്കാം. ഈ പറഞ്ഞ കണക്ക് മുടിയുടെ ഒരു സംഭവമാണ്, സ്പാ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ചായി ആ ഭാഗത്തേക്ക് പോയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റിയില്ല. ആൻറ്റിയും ഇവിടെ ഉണ്ടായിരുന്നില്ല സ്ഥലത്ത്. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ആൻറ്റി അടുത്താണ്. അപ്പോൾ ആൻറ്റി ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ആൻറ്റി എത്തിയിട്ട് കുറച്ച് നാളായി, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് പോകാമെന്ന് കരുതി. ഒത്തിരി അങ്ങ് എന്താ പറയുക കുറച്ച് നാൾ കൂടുതലായി. അപ്പോൾ പിന്നെ ഒത്തിരി അങ്ങ് ഡാൻഡ്രഫൊക്കെ കൂടിയിട്ടുണ്ട് കരുതിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് എന്തായാലും ഇന്ന് അതങ്ങ് ചെയ്തേക്കാം, സ്പാ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പിന്നെ വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതായിരിക്കും. ഈ സംഭവമൊക്കെ വേണ്ടേ എങ്കിലല്ലേ വീഡിയോ എടുക്കാൻ പറ്റും. അപ്പോൾ അത് കാരണം ഞാൻ ചെന്നാൽ പിന്നെ ഉള്ളതായിക്കോട്ടെ എന്ന് എത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് ഒരു സംഭവം കൂടി ഉണ്ട്. വേറൊന്നുമല്ല, നാളെ ഇനിയിപ്പോൾ സൺഡേ ആണ്, ഷോപ്പ് അവധിയാണ്, വീട്ടിലായിരിക്കും. പിന്നെ നാളെ എന്തായാലും ഔട്ടിങ്ങൊക്കെ ഉണ്ട്, പുറത്തോട്ട് ഇറങ്ങണം. അത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു സംഭവമൊക്കെ ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈവനിങ് ആയിരിക്കും. അപ്പോൾ എന്തായാലും രാവിലെ വീട്ടിലുണ്ടാവുമല്ലോ, കുറച്ച് പണികൾ നോർമലി എല്ലാ ആഴ്ചയും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് കുറച്ച് നാളായിട്ട് എന്താ പറയുക, ഞാൻ വിചാരിക്കുന്നു നമുക്ക് എന്തെങ്കിലും വീഡിയോയും കൂടെ എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഓരോ ആഴ്ചയായിട്ട് ഓരോ സംഭവങ്ങളൊക്കെ പതിയെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം നാളെയും എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ സംഭവം ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളായി എന്താ പറയുക, അല്ലെങ്കിൽ ഇപ്പോൾ പറയണ്ട, ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് കാണത്തില്ല. വലിയ സംഭവമൊന്നും അല്ലെങ്കിലും ചെറിയ സംഭവമാണ്, എന്നാലും നമുക്കത് കാണാനൊരു രസം ഉണ്ടാവുമല്ലോ. ഇപ്പോഴേ പറഞ്ഞാൽ അതിൻ്റെ രസം പോകും. അപ്പോൾ അത് കാരണം അതും കൂടി പ്ലാൻ എങ്ങനെ നോക്കുന്നുണ്ട്, ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. നാളെ കുറച്ച് സമയമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. വീട്ടിൽ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങണം. അതിന് മുന്നേ എന്തെങ്കിലും ഫുഡ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാക്കണമെന്നും ഒരു ഐഡിയ ഉണ്ട്. പിന്നെ ഒരു 2 വീഡിയോ എടുത്ത് തീർക്കണം. അതായത് നമ്മളൊരു ഡ്രസ്സിൻ്റെ ഒരു വീഡിയോ അത് എടുക്കണം. അങ്ങനെ നാളെ സത്യം പറഞ്ഞാൽ ശരിക്കും അത്യാവശ്യം പണികളുള്ള ഒരു ദിവസമാണ് നാളെ. എന്തായാലും ഇന്നത്തെ സംഭവങ്ങൾ നടക്കട്ടെ, അത് കഴിഞ്ഞിട്ടില്ല നാളെ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ആദ്യം അങ്ങോട്ടേക്ക് പോകണം. അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, മഴയുണ്ടോയെന്ന് അറിയില്ല. ഏകദേശം ഇരുട്ടി കിടക്കുകയാണ്. ഒരുവിധം മഴ കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും അടുത്ത മഴയ്ക്കുള്ള സംഭവമാണ് ലക്ഷണം കണ്ടിട്ട്. അപ്പോൾ വൈകുന്നേരം ഇനി മഴ ഒരുപാടാണെന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ പറ്റില്ല. മഴ കുറവാണെങ്കിൽ ഈ പറഞ്ഞിട്ട് നാളത്തേക്ക് ഫുഡ് ഉണ്ടാക്കാൻ എന്തെങ്കിലും സാധനം മേടിക്കണമല്ലോ. അപ്പം അങ്ങനെ നാളത്തേക്ക് ഇപ്പം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം മേടിക്കണമല്ലോ. അപ്പം മേടിച്ച് ഇന്ന് റെഡിയാക്കി വെച്ചാൽ നാളെ അത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അതിനും കൂടെ ഒരു പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നടക്കുമെങ്കിൽ അതിനും കൂടി പോകണം. പിന്നെ ഈ പറഞ്ഞതൊക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ച വീഡിയോയിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. ഞാനിങ്ങനെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇതിനിടയ്ക്ക് പോയിട്ട് ചാലയിൽ പോകണമായിരുന്നു. അങ്ങനെ പോയി ഞാൻ ആ സംഭവമൊക്കെ മേടിച്ച് വെച്ചു, വാങ്ങിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ആ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ നാളെ എന്നൊരു ദിവസമാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരവും നാളെ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. നടക്കുന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്ക് ഇതും കൂടിയൊക്കെ എടുത്ത് തീർക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി പതിയെ കുറച്ചുകൂടി ഒന്ന് കഴിയണം. കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പാർലറിലേക്ക് ഇപ്പോൾ ഷോപ്പിലിരിക്കുന്ന സമയമാണ്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നേരെ എങ്ങോട്ടേക്ക് പാർലറിലേക്ക് പോവാം. അപ്പോൾ എന്തായാലും പാർലറിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പിന്നീട് എന്തായാലും അങ്ങോട്ട് പോവാം. നമ്മളിവിടെ എത്തി. ഈ ഭാഗത്തേക്ക് കയറാൻ പോവാണേ. ആക്കണമോ? എല്ലാവരും അങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നേരെ ആവും. ഇപ്പോൾ അങ്ങനെ മടിക്കണ്ട.
നിങ്ങൾക്ക് അതല്ല ഉറങ്ങി തട്ടണം അവിടെ ഇനിയിപ്പം നമ്മളെ വീടിന് പൊക്കണം. ഫേഷ്യലൊക്കെ കഴിഞ്ഞു, മുടിയൊക്കെ സ്പായൊക്കെ ചെയ്ത് സുന്ദരിയായിട്ട് ഞാൻ ഇറങ്ങി. അപ്പം സത്യം പറഞ്ഞാൽ രാത്രിയായി. ഇനിയിപ്പോൾ ഷോപ്പിൽ ചെന്നിട്ട് മോൻ അവിടെ ഇരിക്കുക, അവനെയും വിളിച്ചിട്ട് വേണം തിരിച്ച് വരാൻ. തിരിച്ച് വന്നിട്ട് ഇനി കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പാളയത്തൊന്ന് പോകണം. അപ്പോൾ എന്തായാലും ആദ്യം കടയിലെത്തട്ടെ. രാത്രി ഇപ്പോൾ സമയം സത്യം പറഞ്ഞാൽ 7 മണിയായി. അപ്പോൾ ഇനി പെട്ടെന്ന് കടയിലെത്തട്ടെ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പാളയത്തെത്തി. ഇവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ സാധനം മേടിച്ചിട്ട് വരട്ടെ. അങ്ങനെ പാളയത്ത് പോയി സാധനമൊക്കെ മേടിച്ചു. അപ്പോൾ എന്താ മോനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു സാധനം കൂടെ മേടിച്ചിട്ട് വന്നിട്ട് അവനെ വന്ന് വിളിച്ചാൽ മതി, അവൻ ഷോപ്പിൽ തന്നെ ഇരുന്നോളാം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ സാധനമൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ ഷോപ്പിൽ വന്നത്. ഇപ്പോൾ 8 മണി കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവനെയും കൂടെ വിളിച്ചിട്ട് ഇനി വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെന്നിട്ട് ബാക്കിയുള്ള കുറച്ച് പേര് ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മളിനി പോണ വഴിക്കായിരിക്കും ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വാങ്ങിയിട്ട് പോയിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി അതാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാം. എന്തായാലും സാധനങ്ങളൊക്കെ മേടിച്ച് വന്ന് ഇപ്പോൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുന്നു.